Yes. Yeah. So hello everyone. Welcome to Riles Academy. 1 second. Yeah. സോ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരുപാട് പേർക്ക് കൺസേൺ ഉള്ള ഒരു വിഷയം, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പലപ്പോഴും പല ആളുകളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡൗട്ടാണ്, സാർ ഈ അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് എത്ര ചെയ്തിട്ടും നമുക്ക് അതിന്റെ ആൻസറിലോട്ട് എത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ആൻസർ തെറ്റിപ്പോകുന്ന ആ ഒരു കോൺസെപ്റ്റ് അറിയാമെങ്കിൽ പോലും ആ ഒരു ക്വസ്റ്റ്യൻ ഒരു ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ ആ ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുക, അസേർഷൻ റീസണിങ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് ക്രാക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. സോ അതിനുള്ളൊരു ഫൈനൽ സൊല്യൂഷൻ ആണ് ഇന്നത്തെ വീഡിയോ. അതായത് UGC നെറ്റ് പേപ്പർ 1-ലും പേപ്പർ 2-ലും അസേർഷൻ റീസണിങ്ങിന്റെ ഏത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആ ഒരു ആൻസറിലോട്ട് എത്താനും വേണ്ടിയിട്ടുള്ള 3 പ്രധാനപ്പെട്ട സ്റ്റെപ്സുകൾ അല്ലെങ്കിൽ ഷോർട്ട് ട്രിക്കുകളാണ് നമ്മൾ ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഫൈൻ. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ അസേർഷൻ റീസണിങ് ചെയ്യേണ്ട. ആ 3 സ്റ്റെപ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഫൈൻ. അപ്പൊ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അത് അതേപോലെ നിങ്ങൾ ക്ലോസ് ചെയ്ത് പോകാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, അസേർഷൻ റീസണിങ്ങിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യന് വേണ്ടി നിങ്ങൾ എവിടെ പോകേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 5 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 30 ക്വസ്റ്റ്യൻസ് ഞാനൊരു സെറ്റ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ സെറ്റിലുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഭാഗം അസേർഷൻ റീസണിങ് എന്നുള്ള ഭാഗം കംപ്ലീറ്റ്ലി ക്ലിയർ ആകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആ 30 ക്വസ്റ്റ്യൻസ് എങ്ങനെ കിട്ടും എന്നുള്ളത് ഞാൻ വീഡിയോ അവസാനം പറയുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് എങ്ങനെയാണ് ക്രാക്ക് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫൈൻ. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ട്രിക്ക് എന്താ അറിയോ, IBT എന്നുള്ള ഒരു ട്രിക്കാണ്. ഈ 3 ലെറ്റേഴ്സ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. ഫുൾ ഫോം ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഈ IBT കൊണ്ട് മീൻസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഐ എന്ന് പറയുമ്പോൾ എന്താണ്, ഐസൊലേഷൻ ആണ്. ഓക്കെ, ഐ എന്താണ്, ഐസൊലേഷൻ ആണ്. ബി എന്ന് പറയുമ്പോൾ എന്താണ്, ബിക്കോസ് ആണ്. ഓക്കെ, ഐ എന്താണ്, ഐസൊലേഷൻ. ബി ബിക്കോസ് ആണ്. ടി എന്താണ്, ദാറ്റ്സ് വൈ. എന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ സംഭവം എന്താണെന്നൊക്കെ ഞാൻ ക്വസ്റ്റ്യൻസ് വെച്ച് പറഞ്ഞുതരാം. പക്ഷെ നിങ്ങളതൊന്ന് അറിഞ്ഞു വെക്കുക. IBT. ഐ എന്താണ്, ഐസൊലേഷൻ. ബി എന്താണ്, ബിക്കോസ്. ടി എന്താണ്, ദാറ്റ്സ് വൈ. ഇതെങ്ങനെയാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം ചെയ്ത് കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ എന്താണ് പേപ്പർ 1-ന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടല്ലേ, അസേർഷൻ. എന്താണ് അസേർഷൻ? പീപ്പിൾ യൂസ് അംബ്രലാസ് ഡ്യൂറിങ് റെയിനി ഡേയ്സ്. റീസൺ എന്താണ്, അംബ്രലാസ് പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഗെറ്റിംഗ് വെറ്റ് ഇൻ ദ റെയിൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, ഓപ്ഷൻസ് ഒന്നും നിങ്ങൾ വായിക്കണ്ട. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ IBT എന്നുള്ള സംഭവം നിങ്ങളുടെ മൈൻഡിലോട്ട് വരും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സ്റ്റെപ്പ് 1 ഐസൊലേഷൻ. ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒറ്റപ്പെടുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യനിലുള്ള എസേർഷനെയും റീസണെയും നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ വേറെ ആയിട്ട് കാണുക. ഒരുമിച്ച് വായിക്കാതെ അതിന് 2 സെന്റൻസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ വേർതിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഒരൊറ്റ സെന്റൻസ്, അതായത് എസേർഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് എടുത്തിട്ട് വായിക്കുക. അതായത് പീപ്പിൾ യൂസ് അംബ്രലാസ് ഡ്യൂറിങ് റെയിനി ഡേയ്സ് അല്ലെ. അതായത് ആളുകൾ എന്താണ്, മഴ പെയ്യുമ്പോൾ കുട ഉപയോഗിക്കുന്നു. ഫൈൻ. നിങ്ങൾ എന്ത് ചെയ്യുക, ആ എടുത്തു വെച്ചിട്ടുള്ള സെന്റൻസ് ട്രൂ ആണോ അല്ലെങ്കിൽ ഫോൾസ് ആണോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഫിക്സ് ചെയ്യും. അപ്പോ എസേർഷൻ എന്താണ്, ട്രൂ ആണ്. റൈറ്റ്. ഇനി റീസൺ കൂടി നമുക്ക് വായിച്ചു നോക്കാം. അംബ്രലാസ് പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഗെറ്റിംഗ് വെറ്റ് ഇൻ ദ റെയിൻ അല്ലെ. അംബ്രലാസ് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളെ മഴയിൽ നിന്ന് സംരക്ഷിക്കാനും വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്, അതും ട്രൂ ആണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ആദ്യം രണ്ടും ഐസൊലേറ്റ് ചെയ്തു, ഒരുമിച്ച് വായിക്കാതെ സിംഗിൾ സിംഗിൾ ആയിട്ട് വായിച്ചു. അതിനുശേഷം അതില് ഏതൊക്കെയാണ് ട്രൂ ഏതൊക്കെയാണ് ഫോൾസ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ രണ്ടും ട്രൂ ആണ് എന്ന് കണ്ടു കഴിഞ്ഞാല് അതിന്റെ അർത്ഥം എന്താണ്, രണ്ടും ട്രൂ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിയും ഡിയും എന്തല്ല, ഇതിന്റെ ആൻസറിൽ വരുന്ന ഓപ്ഷൻ അല്ല. ഫൈൻ. കാരണം എന്താണ്, അതില് ഫോൾസ് വരുന്നുണ്ട്, സിയിലും
ഡിയിലും ഫോൾസ് വരുന്നു. പക്ഷെ രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ് അവിടെ ട്രൂ ആയതുകൊണ്ട് സിയും ഡിയും എല്ലാം എന്ത് ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ. ഇനി എന്തെങ്കിലും സാഹചര്യത്തിൽ ഇത് ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് എഫ് എന്ന് വന്നു ഫോൾസ് ആണ് നിങ്ങൾക്ക് മനസ്സിലായി, അത് ട്രൂ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ആൻസർ, കറക്റ്റ് ആൻസർ കിട്ടി. പിന്നെ നിങ്ങൾ 2ഉം 3ഉം സ്റ്റെപ്പിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു ആൻസർ കിട്ടി. ഓക്കെ, പക്ഷെ ഫസ്റ്റ് സ്റ്റെപ്പിൽ രണ്ടും ട്രൂ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് പോകണം. എന്താണ് അത് ബി അല്ലെ, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ബി എന്താണ് ബിക്കോസ്. ബിക്കോസ് എന്ന് പറയുമ്പോൾ എന്താണ് സിമ്പിൾ ആയിട്ട് ഒന്നുമില്ല, എസേർഷന്റെയും റീസന്റെയും ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യുക ബിക്കോസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ബിക്കോസ് ഇട്ട് കൊടുത്തിട്ട് എസേർഷൻ റീസണിലോട്ട് വായിക്കാം. ഓക്കെ, പീപ്പിൾ യൂസ് അംബ്രലാസ് ഡ്യൂറിങ് റെയിനി ഡേയ്സ് because umbrellas protect people from getting wet in the rain. അല്ലെ, നമുക്ക് അവിടെ ബിക്കോസ് നടുക്കിട്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് എസേർഷനും റീസണിങ്ങും എന്താണ് ലോജിക്കലി കണക്റ്റഡ് ആകുന്നുണ്ട്. ബിക്കോസ് ഇട്ട് നിങ്ങൾ എന്ത് ചെയ്യുക രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു മീനിങ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ അവിടെ സേഫ് ആയി. അതായത് എന്താണ് എന്താണ് എ ട്രൂ ആണ്, അതുപോലെ തന്നെ എന്താണ് ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണ് നമുക്ക് മനസ്സിലായി. ഫൈൻ. ഇനി നമുക്കത് ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, റീസണിന് എസേർഷനിലോട്ടുള്ള ഈ ഒരു വഴി ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക ദാറ്റ്സ് വൈ ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക താഴത്ത് മുകളിലോട്ട് വായിക്കാം. അതായത് അംബ്രലാസ് പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഗെറ്റിംഗ് വെറ്റ് ഇൻ ദ റെയിൻ, ദാറ്റ്സ് വൈ പീപ്പിൾ യൂസ് അംബ്രലാസ് ഡ്യൂറിങ് റെയിനി ഡേയ്സ്. ഫൈൻ. അപ്പൊ നമ്മൾ ആദ്യം ഐസൊലേറ്റ് ചെയ്തു, രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് കണ്ടുപിടിച്ചു. ട്രൂ ആണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ സ്റ്റെപ്പ് ബിക്കോസ് അല്ലെ, എസേർഷൻ റീസണിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്തു ബിക്കോസ് ഇട്ട് കൊടുത്തിട്ട് എസേർഷനിൽ നിന്ന് റീസണിലോട്ട് നമ്മൾ എന്ത് ചെയ്തു അതിനെ കണക്ട് ചെയ്ത് വായിച്ചു നോക്കി. അപ്പൊ ബിക്കോസ് എന്തായി ലോജിക്കലി കണക്റ്റഡ് ആണ് നമുക്ക് മനസ്സിലായി. ഇനി അതൊന്നും കൂടെ കൺഫേം ചെയ്യാനും വേണ്ടി, നമ്മൾ ആൻസർ കൺഫേം ചെയ്യാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്തു അവിടെ റീസണിൽ നിന്ന് എസേർഷനിലോട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള IBT ടി ദാറ്റ്സ് വൈ ഇട്ട് കൊടുത്തു. ദാറ്റ്സ് വൈ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു അത് ഒന്നും കൂടി കൺഫേം ആയി. അങ്ങനെ നമുക്ക് ആൻസർ കിട്ടിയ എന്താണ് both A and R are true. Sorry, ഇതല്ല കേട്ടോ. Both A and R are true and R is the correct explanation of A. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക IBT എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് നമ്മൾ എസേർഷൻ റീസണിംഗിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഫൈൻ. എന്താണ് മൊബൈൽ ഫോൺസ് ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് കോൾസ്. മൊബൈൽ ഫോൺസ് ആർ അവൈലബിൾ ഇൻ ഡിഫറെന്റ് കളേഴ്സ്. ഫസ്റ്റ് എന്താണ് IBT എടുക്കുന്നു. ആദ്യം ആണല്ലേ ഐസൊലേഷൻ. ഐസൊലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ട്രൂ ആണോ ഫോൾസ് ആണോ കണ്ടുപിടിക്കണം. മൊബൈൽ ഫോൺസ് ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് കോൾസ് അല്ലെ, മൊബൈൽ ഫോൺസ് കോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ട്രൂ ആണ്. മൊബൈൽ ഫോൺസ് ആർ അവൈലബിൾ ഇൻ ഡിഫറെന്റ് കളേഴ്സ്, അതും ട്രൂ ആണ്. അപ്പൊ അത് നമുക്ക് കൺഫേം ആയി. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻ അല്ല. ഓക്കെ, ഈ രണ്ട് ഓപ്ഷൻ നമ്മൾ അവിടെ കൺഫേം ആക്കി. ഫൈൻ. പിന്നെ എന്താണ് ബി ആണല്ലേ ബിക്കോസ് ഇട്ട് കൊടുക്കണം. ഫൈൻ. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളതിൽ ബിക്കോസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, മൊബൈൽ ഫോൺസ് ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് കോൾസ് ബിക്കോസ് മൊബൈൽ ഫോൺസ് ആർ അവൈലബിൾ ഇൻ ഡിഫറെന്റ് കളേഴ്സ്. അവിടെ എന്തില്ല ബിക്കോസ് ഇട്ട് കൊടുത്തു. അപ്പൊ ഒരു ലോജിക്കൽ കണക്ഷൻ ഇല്ല അല്ലെ. മൊബൈൽ ഫോൺസ് എന്തിനാണ് കോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ്. കാരണം ബിക്കോസ് മൊബൈൽ ഫോൺസ് ആർ അവൈലബിൾ ഡിഫറെന്റ് കളേഴ്സ് അല്ലെ, അത് രണ്ടും രണ്ട് തരത്തിലുള്ള തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി അതൊന്നുകൂടി കൺഫേം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം ദാറ്റ്സ് വൈ ഇട്ട് കൊടുക്കുക. എസേർഷൻ റീസണിലോട്ട് ദാറ്റ്സ് വൈ കൊടുത്ത് നമുക്ക് നോക്കാം. ദാറ്റ്സ് വൈ മൊബൈൽ ഫോൺസ് ആർ അവൈലബിൾ ഇൻ ഡിഫറെന്റ് കളേഴ്സ്, ദാറ്റ്സ് വൈ മൊബൈൽ ഫോൺസ് ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് കോൾസ്. അതും എന്തല്ല ലോജിക്കലി കണക്റ്റഡ് ആകുന്നില്ല. അപ്പൊ എയും ആറും ട്രൂ ആണ്, പക്ഷേ ആർ ഈസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പോ ബി ആണെന്ത് ഇതിന്റെ കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സംഭവം കിട്ടും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ സംഭവം വരും. ഞാൻ കേൾക്കുന്നതും മാത്സ് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവില്ല, അതേ സമയത്ത് നമ്മൾ എന്താണ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. സെയിം കോൺസെപ്റ്റിനെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഒരു ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്താൽ ഇത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി എന്താണ് റെഡ് ട്രാഫിക് ലൈറ്റ് മീൻസ് ഗോ. ഒന്നും നോക്കാനില്ല, ഇത് ഫോൾസ് ആണ്. ഒന്ന് ഫോൾസ് ആയ പിന്നെ നിങ്ങൾ ബിയും ടിയിലോട്ട് പോണ്ട അല്ലെ. ഐസൊലേറ്റ് ചെയ്തിട്ട് അതിൽ ഏതെങ്കിലും ഒന്ന് ഫോൾസ് ആയ എന്താണ് ഇതിൽ ഏതോ ഒന്നാണ് അതിന്റെ ആൻസർ അല്ലെ. ഇവിടെ എസേർഷൻ ഫോൾസ് ആണ്. അപ്പോ എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. അണ്ടർസ്റ്റുഡ്. അപ്പൊ അതിന്റെ ആൻസർ അങ്ങനെയാണ്. ഇനി നമുക്ക് UGC നെറ്റിന്റെ
PYQs നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ ഒരു ഭാഗത്ത് വന്ന് നമുക്ക് അവിടെ ഇതൊന്നും ചെയ്തു നോക്കാം. യൂസ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ക്യാൻ ഇംപ്രൂവ്. ഓഡിയോ വിഷ്വൽ എയ്ഡ് എന്താണ്? ക്ലാസ് റൂം ലേണിംഗിനെ ഇംപ്രൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ റീസൺ എന്താണ്? ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് മേക്ക് ലെസൺസ് മോർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ IBT. ഓക്കെ, IBT വെക്കുന്നു, ഐസൊലേറ്റ് ചെയ്യുന്നു, രണ്ടും ട്രൂ ആണ് അല്ലെ? രണ്ടും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ബി അല്ലെ, ബിക്കോസ് ഇട്ട് കൊടുക്കുന്നു, എന്നിട്ട് മുകളിൽ താഴത്തോട്ട് വായിക്കുന്നു. യൂസ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ക്യാൻ ഇംപ്രൂവ് ക്ലാസ് റൂം ലേണിംഗ് ബിക്കോസ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് മേക്ക് ലെസൺസ് മോർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ്. ലോജിക്കൽ കണക്ഷൻ ഉണ്ട്. ഫൈൻ, ബി ഓക്കെ ആണ്. ഇനി നമുക്ക് ദാറ്റ്സ് വൈ ഇട്ട് കൊടുക്കാം, മുകളിൽ താഴത്തോട്ട് ഇവിടെ ദാറ്റ്സ് വൈ ഇട്ട് കൊടുക്കാം. Audio visual aids make lessons more interesting and easier to understand. That's why the use of audio visual aid can improve classroom learning. അതും എന്താണ്? ലോജിക്കലി കണക്റ്റഡ് ആകുന്നുണ്ട്. റൈറ്റ്. അപ്പൊ എന്താണ്? ബോത്ത് എ ആൻഡ് ആർ ആർ, സോറി ഇതല്ല കേട്ടോ, ഇതിലോട്ട് തന്നെ വരികയാണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോസ് ചെയ്യുക, നിങ്ങൾ ചെയ്യുക, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പോസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. കണ്ടിന്യൂസ് അസസ്മെന്റ് ഹെൽപ്പ് മോണിറ്റർ സ്റ്റുഡൻസ് ലേണിംഗ് പ്രോഗ്രസ്. ഓക്കെ, ട്രൂ ആണ്. ഇനി നിങ്ങൾ IBT എഴുതി വെക്കണമെന്നില്ല, ആ ഒരു പ്രോസസ് നിങ്ങൾ സ്പീഡാണ്. കണ്ടിന്യൂസ് അസസ്മെന്റ് ഈസ് കണ്ടക്ടഡ് ഓൺലി അറ്റ് ദ എൻഡ്. അല്ല, കണ്ടിന്യൂസ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ത്രൂ ഔട്ട് ദി അക്കാഡമിക് ഇയർ ആണ്. അപ്പൊ ഇത് ഫോൾസ് ആണ്. അപ്പൊ പിന്നെ വേറൊന്നും നോക്കണ്ട. എന്താണ്? എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി എന്താണ്? എ ഹൈപ്പോതെസിസ് ഷുഡ് ബി ടെസ്റ്റബിൾ. സയന്റിഫിക് റിസർച്ച് റിക്വയർ എംപിരിക്കൽ വെരിഫിക്കേഷൻ ഓഫ് ക്ലെയിംസ് അല്ലെ? അപ്പൊ എന്താണ്? ഇവിടെ IBT വെക്കുന്നു, ഐസൊലേറ്റ് ചെയ്യുന്നു, രണ്ടും ട്രൂ ആണ്. രണ്ടും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഹൈപ്പോതെസിസ് ടെസ്റ്റബിൾ ആയിരിക്കണം. സയന്റിഫിക് റിസർച്ചിന് എന്താണ്? എംപിരിക്കൽ വെരിഫിക്കേഷൻ ഓഫ് ക്ലെയിംസ് ആവശ്യമാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ബിക്കോസ് ഇട്ട് കൊടുക്കുക, ബി. ഓക്കെ, ബിക്കോസ് ഹൈപ്പോതെസിസ് ഷുഡ് ബി ടെസ്റ്റബിൾ ബിക്കോസ് സയന്റിഫിക് റിസർച്ച് റിക്വയർ എംപിരിക്കൽ വെരിഫിക്കേഷൻ ഓഫ് ക്ലെയിംസ് അല്ലെ? ഒരു ഹൈപ്പോതെസിസ്, നമ്മുടെ അസംഷൻ എന്തായിരിക്കണം? ടെസ്റ്റബിൾ ആയിരിക്കണം. കാരണം നമ്മുടെ അസംഷൻസ് പ്രൂവ് ചെയ്യണം എന്നിട്ടുണ്ടെങ്കിൽ, ബിക്കോസ് കേട്ടോ, ബിക്കോസ് നമ്മുടെ ഹൈപ്പോത്തിസിസ് പ്രൂവ് ചെയ്യണം എന്നിട്ടുണ്ടെങ്കിൽ സയന്റിഫിക് റിസർച്ചിൽ എന്താണ്? എംപിരിക്കൽ വെരിഫിക്കേഷൻസ് വേണം. അതുകൊണ്ട് തന്നെ ബിക്കോസ് എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ. ഓക്കെ, ദാറ്റ്സ് വൈ ഇട്ട് കൊടുക്കാം നമുക്ക്. ദാറ്റ്സ് വൈ സയന്റിഫിക് റിസർച്ച് requires empirical verification of claims. That's why a hypothesis should be testable. Understood? അപ്പൊ എന്താണ് അവിടെ കറക്റ്റ് ആൻസർ? എ ആണ്. ഓക്കെ, ഇനി എന്താണ്? ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് ഈസ് ആൻ എസെൻഷ്യൽ കമ്പോണന്റ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ട്രൂ ആണ്. ഫീഡ്ബാക്ക് ഹെൽപ്സ് ദി സെൻഡർ നോ വെദർ ദി മെസ്സേജ് ഹാസ് ബീൻ അണ്ടർസ്റ്റുഡ് കറക്ട്ലി. രണ്ടും ട്രൂ ആണ്. ഇനി എന്താണ്? ബിക്കോസ് ഇട്ട് കൊടുത്ത് കണക്ട് ചെയ്യുക. ഇനി അങ്ങനെ IBT ഒന്നും വരക്കരുത്, ചെയ്യുമ്പോൾ സ്പീഡാണ്. ഫീഡ്ബാക്ക് ഈസ് എസെൻഷ്യൽ കമ്പോണന്റ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബിക്കോസ് ഫീഡ്ബാക്ക് ഹെൽപ്പ് ദി സെൻഡർ നോ വെദർ ദി മെസ്സേജ് ഹാസ് ബീൻ അണ്ടർസ്റ്റുഡ് ക്ലിയർലി. ശരിയാണ്. ഇനി നമുക്ക് ദാറ്റ്സ് വൈ ഇട്ട് കൊടുക്കാം. Okay, feedback helps the sender know whether the message has been understood correctly. That's why feedback is an essential component of effective communication. രണ്ടും എന്താണ്? കറക്റ്റ് ആണ്. Both A and R are true and R is the correct explanation of A. Okay, എന്താണ്? Autonomy granted to higher education institution can enhance academic innovation. Definitely true. Autonomous institution have greater freedom in designing curricula and reducing new costs. True. Because it would higher education institution can enhance academic innovation because academic institution have greater freedom. Okay, അവിടുത്തെ നമുക്ക് കണക്ട് ചെയ്തു. ബിക്കോസ് ദാറ്റ്സ് വൈ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതും കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ എന്താണ്? ഫൈൻ, ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വായിക്കുക. ഓക്കെ, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി can reduce ecosystem stability. Biodiversity contributes to the ecological balance by supporting multiple interconnected species. ഓക്കെ, ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ അയക്കാട്ടോ. ഫൈൻ, ഇതാണ് ഇത്രയേ ഉള്ളൂ ഈ സംഭവം. അസെഷൻ റീസണിങ് ഇത്രയേ ഉള്ളൂ. ഇതിന് നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ പെട്ടെന്ന് സ്പോണ്ടൈനിയസ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം IBT ആദ്യം ഐസൊലേറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താ പറയുക? നിങ്ങൾ വരുത്തി വെക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താ അറിയോ? ഒരുമിച്ച് വായിച്ചുകൊണ്ട് നിൽക്കും, എന്നിട്ട് അതെങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ കൺഫ്യൂഷൻ ആവും. അതൊന്നും ആവശ്യമില്ല. ഐസൊലേറ്റ് ചെയ്യുക. ആദ്യം എന്ത് ചെയ്യുക? രണ്ട് ട്രൂ ആണോ എന്ന് നോക്കുക.
ഓക്കെ, രണ്ടും ട്രൂ ആണ്. ഫൈൻ. നെക്സ്റ്റ് എന്ത് ചെയ്യുക, ബിയിലോട്ട് പോവുക. അതാണ് ബിക്കോസ് നടുക്ക് ഇട്ട് കൊടുത്തിട്ട് മുകളിൽ താഴത്തോട്ട് വായിച്ചു നോക്കുക. ബിക്കോസ് തമ്മിൽ കണക്റ്റഡ് ആണെന്നുണ്ടോ, അവിടെയൊക്കെ നിങ്ങൾ ലോജിക് വർക്ക് ചെയ്യണേ. അവിടെയൊക്കെ നിങ്ങൾ ബേസിക് ലോജിക് മതി, ഒരു ബേസിക് ഹ്യൂമൻ ലോജിക് മതി. അത് മാത്രമല്ല ആ കോൺസെപ്റ്റിനെ പറ്റി ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റും. ആ ബിക്കോസിനെ ഒന്ന് കൺഫേം ചെയ്യാനും വേണ്ടി, ബിക്കോസ് കറക്റ്റ് ആയി കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ ആൻസറിലോട്ട് എത്തി. പക്ഷേ ഒന്ന് കൺഫേം ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യുക, ദാറ്റ്സ് വൈ കൂടി ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, താഴത്തുനിന്ന് മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ സംഭവം ക്ലിയർ. ഇതാണ് എന്ത് അസേർഷൻ റീസണിങ്ങില് ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യാനുള്ള ഒരു ഷോർട്ട് ട്രിക്ക് അല്ലെങ്കിൽ 3 സ്റ്റെപ്സ് എന്ന് പറയും. ഫൈൻ. ഇനി നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള 30 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണം എന്നിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയൊരു കാര്യം ചെയ്താൽ മതി. നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അത് സ്ക്രീൻഷോട്ട് എടുക്കുക. നമ്മുടെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അത് സ്ക്രീൻഷോട്ട് എടുക്കുക. ഫൈൻ. നിങ്ങൾ ഇതിന്റെ ഒരു ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്തിട്ട് ഇടുക. എന്നിട്ട് ഈ സ്ക്രീൻഷോട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ വാട്സപ്പിലോട്ടുള്ള ഡയറക്റ്റ് ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്റെ നമ്പറിലോട്ടാണ് നിങ്ങൾ മെസ്സേജ് വരിക. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 2 സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ 30 ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു PDF നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പെർഫെക്റ്റ്. റൈറ്റ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലുള്ള ഷോർട്ട് ട്രിക്സുകൾ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഡീകോഡ് ചെയ്ത് പഠിക്കാം. വളരെ കുറച്ച് സമയമേ ഉള്ളൂ. നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് അയക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിവേ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്, നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, എന്നോട് പേഴ്സണലി ചോദിക്കാവുന്നതാണ്. ഫൈൻ. യാ, so that's all about today video. Okay, so we'll see you in the next session. Till then, bye and thanks everyone.